അങ്ങനെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ റോബിൻ്റെയും ആരതിയുടേതുമായി. ഈ 11 ദിവസം നീണ്ടു നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു ചടങ്ങുകളെന്ന് പ്രേക്ഷകർക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ റിസപ്ഷൻ ഉൾപ്പെടെ ചേർത്താണ് ഇവർ 11 ദിവസത്തെ ചടങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ റിസപ്ഷനും കഴിഞ്ഞ് ഇനി ഇവരുടെ വിരുന്നും ബാക്കിയുള്ള ആഘോഷങ്ങളിലേക്ക് പോവുകയാണെന്ന് റോബിനും ആരതിയും ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ കർവാ ചൗത്ത് അടക്കമുള്ള പല നോർത്ത് ഇന്ത്യൻ ആചാരങ്ങൾ പോലും ഇവരുടെ വിവാഹത്തിന് ഉണ്ടായിരുന്നതായി തന്നെ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം ഈ മാസം 26 തൊട്ട് 2 വർഷം വരെ റോബിനും ആരതിയും ഹണിമൂണിലായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു ടൂർ ഓപ്പറേറ്റേഴ്സുമായിട്ടുള്ള കൊളാബിൻ്റെ ഭാഗമായി തന്നെയാണ് എല്ലാവരും ഇക്കാര്യങ്ങൾ അറിയുന്നത്. 27 രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ റോബിനും ആരതിയും. ഈ മാസം 26-നാണ് ഇവരുടെ ഹണിമൂൺ യാത്ര തുടങ്ങുന്നത്. ഹണിമൂൺ യാത്രയെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവച്ചതിന് പിന്നാലെ തന്നെ നിരവധി പേർ ചോദിച്ചുകൊണ്ട് എത്തുകയാണ്. ഇതുവരെ ഒരു താരവും ചെയ്യാത്ത കാര്യമാണ് ഇതെന്ന് പറയുന്നു. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ ഒരു അസുലഭ നിമിഷമായി തന്നെ തങ്ങൾ ഇത് നോക്കിക്കാണുന്നുവെന്നും അവരെ ഇപ്പോഴാണ് ഇത് കൊണ്ടുവന്നതെന്നും അത് ഞങ്ങൾക്ക് തന്നെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും റോബിൻ പറയുന്നുണ്ട്. ആദ്യം പോകുന്നത് അസർബൈജാനിലേക്കാണെന്നാണ് റോബിൻ പറയുന്നത്. ആദ്യം 26-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും. അസർബൈജാനിലേക്ക് പോകാനാണ് ഞങ്ങളുടെ താല്പര്യം. അതാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റും അവരുടെ പ്ലാനും അനുസരിച്ച് പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകും. അസർബൈജാനിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ തീരുമാനിച്ചതാണ്. 27 കൺട്രികളിൽ പോകുമെന്ന് ഞാൻ എല്ലാ മാധ്യമങ്ങളോടും നേരത്തെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതുപടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് റോബിൻ കുറിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ റോബിൻ പറയുന്ന വാക്കുകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുവെന്ന് തന്നെ പറയുന്നു. ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് റോബിൻ പറയുന്നതെല്ലാം തന്നെ സത്യമാണെന്ന് പ്രേക്ഷകർക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോഴിതാ ഈ മാസം 26 മുതൽ തന്നെ ഹണിമൂണിലേക്ക് പോവുകയാണ് ആരതിയെന്നും റോബിനെന്നും ഇവരുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് പോലും പറഞ്ഞെത്തുന്നുണ്ട്. അവരിന്ന് വിവാഹ റിസപ്ഷൻ ഉണ്ടായിരുന്നുവെന്നും ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടെന്നും റോബിനും പറയുന്നു. ഇതോടൊപ്പം തന്നെ റോബിന്റെയും ആരതിയുടെയും വിവാഹം കഴിഞ്ഞ് ഇവരുടെ ഹണിമൂണിന്റെ ആഘോഷം തുടങ്ങാറായി എന്ന് പ്രേക്ഷകരും സ്ഥിരീകരിച്ചു. സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെയാണ് ഇത് മാറുന്നത്. ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ആരാധകർക്കെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആരാധകരെന്ന് തന്നെ പറയണം. ബിഗ് ബോസ് മുതൽ റോബിനെയും ആരതിയെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വിവാഹ വാർത്തയും ഇപ്പോഴിത് ഹണിമൂൺ വാർത്തയും ഒക്കെ ഏറ്റെടുക്കുന്നത്. അസർബൈജാനിലേക്ക് പോകുന്ന ഇരുവർക്കും ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വീഡിയോകൾ ഏറ്റെടുക്കുകയാണ്. വീണ്ടും ഇവരുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് പങ്കുവയ്ക്കുന്നത്. ആ വീഡിയോകൾക്കായി തന്നെ ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നു. ഇനി അസർബൈജാനിലേക്ക് പോകുമ്പോഴുള്ള വീഡിയോകളൊക്കെ തന്നെയും ചെറിയ ചെറിയ വീഡിയോകളായി ഇൻസ്റ്റഗ്രാമിൽ കാണാമെന്ന് ഡോക്ടർ റോബിൻ പറയുന്നുണ്ട്. അതും ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയായി തന്നെ അവർ കൂട്ടിച്ചേർക്കുന്നു. ഇതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി കൂടി മാറുകയാണ്. എന്തായാലും ഡോക്ടർ റോബിനും ആരതിയും ഹണിമൂൺ ആഘോഷിക്കാൻ പോകട്ടെ എന്നും ആശംസകളും അറിയിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ ആരാധകർ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.